കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ കട്ടപ്പനയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. കേന്ദ്ര ബഡ്ജറ്റിൽ സംസ്ഥാനത്തെ അവഗണിച്ചതിൽ യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു. കേരളത്തോട് അവഗണനയാണ്. പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. കേന്ദ്ര ബജറ്റ് വഞ്ചനയാണ്. കേരളത്തോട് അവഗണന. കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ഐമനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മൂന്നാമത്തെ BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരികയും അവര് കഴിഞ്ഞ കാലഘട്ടത്തിലെ ജനദ്രോഹ ഭരണത്തിന്റെ ഫലമായി മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞ സീറ്റുകളുമായി ജനങ്ങൾ അതിശക്തമായി ഇലക്ഷനിലൂടെ പ്രതികരിച്ചതിന്റെ ഫലമായി അവരുടെ ശക്തി നഷ്ടപ്പെട്ട് ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി ഒരു ഭരണം നടത്തേണ്ട സാഹചര്യത്തിൽ എത്തിച്ചേർന്ന സ്ഥിതിവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോൾ തന്നെ ഒരു തിരിച്ചടി കിട്ടുമ്പോഴാണ് സാധാരണ ഒരു ഭരണ സംവിധാനം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത്, അല്ലെ ജനങ്ങളെ തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളോട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ള നാട്ടുനടപ്പ്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ 2 ഗവൺമെന്റ് എന്ത് തരം ജനദ്രോഹ നടപടികളാണോ സ്വീകരിച്ചു പോന്നിരുന്നത് അതിന്റെ തുടർച്ചയെന്നോണം അവരുടെ ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു ആളുകളെ പറ്റിക്കുന്നതിനുള്ള ഒരു ഗിമ്മിക്ക് നടത്തുകയല്ലാതെ ഏതെങ്കിലും ഒരു ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു ബഡ്ജറ്റ് അല്ല അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിന്റെ ഭാഗമായി അവർക്ക് കൂടുതൽ MP-മാരെ സംഭാവന ചെയ്ത സംസ്ഥാനങ്ങൾ ആന്ധ്രയും ബീഹാറും ഒഡീഷയും അടക്കമുള്ള സ്ഥലങ്ങൾ വാരിക്കോരി അവരുടെ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമാണ് ഈ ഇടക്കാല ബഡ്ജറ്റിലുണ്ടായത്. അതിലൊന്നും നമുക്ക് വിരോധമില്ല. രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് കൂടുതലായ ആനുകൂല്യം കിട്ടുന്നതിനെയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ എതിർക്കുന്നത്. എന്നാൽ അർഹമായ പ്രാതിനിധ്യവും അർഹമായ പരിഗണനയും മറ്റ് ജനവിഭാഗങ്ങൾക്കോ ഏതെങ്കിലും ദേശത്തിനോ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. കാരണം ഈ രാജ്യം ഒരു ഫെഡറൽ സംവിധാനത്തിൽ അധിഷ്ഠിതമായ രാജ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള മികച്ച ബന്ധമാണ് ഫെഡറലിസത്തിന്റെ നിലനിൽപ്പ്. അതിൽ കേന്ദ്രം സംസ്ഥാനങ്ങളോട് ചെയ്യേണ്ട കൃത്യമായ പരിഗണനയും കൃത്യമായ സഹായ സഹകരണങ്ങളും ഉറപ്പുവരുത്തേണ്ടത് ഈ രാജ്യത്തെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് പിന്നോക്കം പോകുന്ന കാഴ്ചയാണ് ഈ ബഡ്ജറ്റിലൂടെ നമ്മൾ കാണുന്നത്. കേരളത്തോട് അങ്ങേയറ്റം ചിറ്റമ്മ നയമാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നൊരു MP BJPക്ക് അനുകൂലമായി ഉണ്ടായാൽ ഇവിടെ എന്തോ തേനും പാലും ഒഴുക്കും, വാരിക്കോരി നൽകുമെന്നൊക്കെയുള്ള മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ ഭ്രമിച്ച് ഇവിടെ നിന്ന് ചില ആളുകൾ തൃശ്ശൂരിൽ നിന്നൊരു MPയെ സൃഷ്ടിച്ചു. അദ്ദേഹം അവിടെ പോയി ഒരു മന്ത്രിസഭയിലെ ഒരു അംഗമായി. അതോടൊപ്പം തന്നെ വേറൊരാൾ നമ്മുടെ തൊട്ടടുത്ത് കോട്ടയത്ത് നിന്നൊരു ആൾ കൂടി കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്നു. അങ്ങനെ 2 മന്ത്രിമാരും ഒരാൾ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നൊരു ലോക്സഭാ MPയെ കൂടി കിട്ടിയിട്ടും ഈ ഗവൺമെന്റ് വളരെയധികം മോശമായ നിലപാടാണ് കേരളത്തോട് സ്വീകരിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ട് പോലും ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ എയിംസിന് അർഹമായ ഒരു പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ള ഒരു വലിയ തിരിച്ചടിയാണ് നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തുള്ള ഒരു കേന്ദ്രമന്ത്രി, 2 കേന്ദ്രമന്ത്രിമാരുള്ളത്,
സുരേഷ് ഗോപി മന്ത്രിയായപ്പോൾ തന്നെ നമ്മളെല്ലാം വിചാരിച്ചു, വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തി. അദ്ദേഹം ഇപ്പോഴല്ലേ ഇളക്കി മറിച്ചിവിടെ എന്തൊക്കെ വലിയ സംഭവങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ വളരെ നിരാശ മാത്രമാണ് അദ്ദേഹം സമ്മാനിച്ചത്. ഈ കേന്ദ്രം കേരളത്തോട് ഇത്ര അവഗണന കാണിച്ചപ്പോഴും ഇതിനെതിരെ ഒരു വാക്കുപോലും അദ്ദേഹത്തെ മോദിയെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയാണ് നമ്മൾ കാണാൻ നമുക്ക് സാധിച്ചത്. അത്തരത്തിൽ ആന്ധ്രയോടും ബീഹാറിനോടും വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയും കേരളം ഉൾപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ് ഈ കേന്ദ്ര ഗവൺമെന്റ് നിർമ്മലാ സീതാരാമൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി, KSU സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ, അഭിലാഷ് വാലുമേൽ, അരവിന്ദ് പി രാജ് തുടങ്ങിയവർ സംസാരിച്ചു. സാന്ദ്ര ജോസഫ്, അരവിന്ദ് സി രവീന്ദ്രൻ, സൂര്യ CS, ബിനിൽ നെടുമ്പറമ്പിൽ, ബിബിൻ ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന.